എല്ലാവർക്കും നമസ്കാരം. 2026 വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്. ചോദ്യം ഇതാണ്: നിങ്ങളൊരു വിദേശ രാജ്യത്ത് പോയി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും നല്ല രാജ്യം ഏതാണ്? ജർമ്മനിയാണത്. കാരണം നിങ്ങൾക്ക് സൗജന്യമായിട്ട് അവിടുത്തെ പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാം എന്നുള്ളതാണ്. UK, കാനഡ പോലെയുള്ള രാജ്യങ്ങളുമൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 10 ലക്ഷം മുതൽ 30 ലക്ഷം രൂപ വരെയൊക്കെ നിങ്ങൾക്ക് പണം ലാഭിക്കാൻ സാധിക്കും. ജർമ്മനിക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ, അവിടുത്തെ പബ്ലിക് യൂണിവേഴ്സിറ്റികളിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നതെങ്കിൽ. നമ്മൾ നാട്ടിൻപുറത്തൊക്കെ ഏതെങ്കിലും പേരൻസിനോട് തിരക്കുമ്പോൾ പലരും പറയുന്നത് മക്കളൊക്കെ വിദേശത്താണെങ്കിൽ UK-യിലാണ്, കാനഡയിലാണ് എന്നൊക്കെയാണ് പറയുക. പക്ഷെ എത്ര പേര് ജർമ്മനിയിലാണ് എന്ന് പറയുന്നുണ്ട്? ജർമ്മനിയിലാണ് എന്ന് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ ഭേദപ്പെട്ട ഒരവസ്ഥയിലായിരിക്കും അയാൾ എന്ന നിഗമനത്തിൽ എത്തുന്നതാണ് നല്ലത്. എങ്ങനെയും കയറി ചെല്ലാവുന്ന ഒരു രാജ്യമല്ല ജർമ്മനി. ഭാഷ പഠിക്കണം, അവിടുത്തെ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഏറ്റവും കുറഞ്ഞ ചെലവിൽ എഞ്ചിനീയറിംഗ്, നേഴ്സിംഗ്, ഹെൽത്ത് കെയർ, IT, ബിസിനസ് ഈ മേഖലകളിലൊക്കെയുള്ള കോഴ്സുകൾ പഠിക്കാൻ ഇതിലും നല്ലൊരു വികസിത വിദേശ രാജ്യം ഇല്ല എന്ന് തന്നെ പറയാം. 2035 ആകുമ്പോഴേക്കും 70 ലക്ഷം സ്കിൽഡ് വർക്കേഴ്സിന്റെ ഒഴിവ് അവിടെ ഉണ്ട്. അത്രയും ആളുകളെ ആവശ്യമുണ്ട് എന്നാണ് ജർമ്മനി തന്നെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ ഈ കോഴ്സുകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ ജോലി സാധ്യതയുമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇന്നും കേരളത്തിൽ നിന്ന് ഏതെങ്കിലും വെസ്റ്റേൺ രാജ്യങ്ങളിലേക്ക് കയറി പോകാനായിട്ട് തിടുക്കം കൂട്ടുന്ന ഒരുപാട് പിള്ളേരുണ്ട്, പ്രത്യേകിച്ച് +2 കഴിഞ്ഞവർ. അവർ ചിന്തിക്കുന്നത് എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഒരു രാജ്യത്ത് അങ്ങ് ചെന്നാൽ മതി എന്നുള്ളതാണ്. നിങ്ങൾക്ക് PR കിട്ടാൻ എളുപ്പം ഏത് രാജ്യമാണ് എന്നുള്ളത് ചിന്തിച്ചിട്ട് വേണം ഏത് രാജ്യത്തേക്ക് പോകണമെന്ന് തീരുമാനിക്കാൻ. ആ കാര്യത്തിലും ജർമ്മനി തന്നെയാണ് മുൻപിൽ. ബ്ലൂ കാർഡ് റൂട്ടിലൊക്കെ ആണെങ്കിൽ, അതായത് വളരെ ഉയർന്ന സാലറി ഉള്ള ജോലിയൊക്കെയാണ് നിങ്ങൾക്കെങ്കിൽ, ജർമ്മനിയിൽ PR കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. 2 വർഷം മുതൽ 3 വർഷം വരെയൊക്കെ സമയം മാത്രമേ എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് അവിടെ പെർമനന്റ് റെസിഡൻസി കിട്ടുകയാണ്. എന്നാൽ അങ്ങനെയല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ അവിടുത്തെ പബ്ലിക് യൂണിവേഴ്സിറ്റികളിലൊക്കെ അഡ്മിഷൻ എടുത്ത് പഠിക്കുകയാണെങ്കിൽ പിന്നീട് 18 മാസത്തോളമൊക്കെയാണ് നിങ്ങൾക്ക് ഒരു ജോബ് സെർച്ചിങ് വിസയൊക്കെ കിട്ടുക. അതിനുള്ളിലൊക്കെ നിങ്ങൾക്ക് ജോലി കിട്ടുന്നു. 4 വർഷത്തോളമൊക്കെ നിങ്ങൾ അവിടെ ജോലി ചെയ്ത് എക്സ്പീരിയൻസ് ആയാൽ തന്നെ നിങ്ങൾക്ക് PR-ന് അപേക്ഷിക്കാം. ശരാശരി 5 വർഷം മുതൽ 7 വർഷം കൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ പെർമനന്റ് റെസിഡൻസ് കിട്ടുകയാണ്. പിന്നീട് സിറ്റിസൺഷിപ്പ് പോലെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകാം. അതായത് ജർമ്മനി എന്ന് പറയുന്ന രാജ്യത്തേക്ക് പോകാൻ ഒരല്പം പ്രയാസമായിരിക്കും. ഭാഷയൊക്കെ പഠിക്കണം. ജർമ്മൻ പഠിച്ചിട്ട് പോകുന്നതാണ് എപ്പോഴും നല്ലത്. പക്ഷേ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ പോയത് അത് നടപ്പിലാകണമെങ്കിൽ, അവിടെ സ്ഥിരമായിട്ട് ജീവിക്കാനാണെങ്കിൽ, അതിന് ഈ പറയുന്ന പോലെ UK, കാനഡ പോലെയുള്ള രാജ്യങ്ങളെയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ജർമ്മനി തന്നെയാണ് ഏറ്റവും മികച്ചത്. ജർമ്മൻ ഭാഷ പഠിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ അറിയാം, ഒരു ബേസ് കിടക്കുന്നുണ്ട് നമ്മുടെയൊക്കെ ഉള്ളിൽ. നേരെ മറിച്ച് ജർമ്മൻ ആകട്ടെ അക്ഷരങ്ങൾ മുതൽ പഠിച്ചു തുടങ്ങേണ്ടതുണ്ട്. എന്നാൽ ഇംഗ്ലീഷ് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ IELTS വെച്ചുകൊണ്ടും ഒക്കെ നിങ്ങൾക്ക് അവിടെ പഠിക്കാനൊക്കെ സാധിക്കും. അതൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞു വരാം. ഏകദേശം 1 വർഷം മുമ്പ് ജർമ്മനിയെ കുറിച്ച് നമ്മൾ ചെയ്ത ഒരു വീഡിയോയാണിത്. 6 ലക്ഷത്തോളം ആളുകളൊക്കെ ഇത് കണ്ടിരുന്നു. ആ വീഡിയോയുടെ ഒരു തുടർച്ചയും കൂടിയാണിതെന്ന് പറയാം. ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഈ ചാനലിൽ നമ്മൾ പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഒരുപാട് ആളുകളുടെ അനുഭവങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അവരുടെയൊക്കെ അനുഭവങ്ങളിൽ നിന്നും എൻ്റെ സ്വന്തം അന്വേഷണങ്ങളുടെ വെളിച്ചത്തിലുമൊക്കെ നിങ്ങൾ ജർമ്മനിയിലേക്കാണ് പോകുന്നതെങ്കിൽ ഏറ്റവും മികച്ച മാർഗം എന്ന് പറയുന്നത് ഭാഷ ഉൾപ്പെടെ നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങളെ കയറ്റിവിടുന്ന, അതായത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു മികച്ച ഏജൻസി ഉണ്ടെങ്കിൽ, ഒരു ഉദാഹരണം പറഞ്ഞാൽ മെഡിസിറ്റി ഇന്റർനാഷണൽ അക്കാഡമി. അവർ ചെയ്യുന്നത് എന്താണ്? മറ്റു പല ഏജൻസികളുമൊക്കെ നിങ്ങൾ ഈ ഭാഷ പഠിച്ച് പാസ്സായിട്ട് വരിക, ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാമെന്നാണ് പറയുന്നതെങ്കിൽ, ഇവിടെ A to Z കാര്യങ്ങൾ ഭാഷ ഉൾപ്പെടെ നിങ്ങളെ പഠിപ്പിച്ച് അല്ലെങ്കിൽ ആ യോഗ്യതകൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സഹായിച്ചതിന് ശേഷം പിന്നീടാണ് നിങ്ങളെ കയറ്റിവിടുകയും ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ തന്നെ ചെയ്യുകയാണ്. ഇന്ന് കേരളത്തിലെ ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുന്നവരിൽ ഭൂരിഭാഗം ആളുകളും മെഡ്സിറ്റിയുടെ ഏതെങ്കിലും ബ്രാഞ്ചുകളിൽ, സ്ഥാപനങ്ങളിലൊക്കെ തന്നെയായിരിക്കും പഠിക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലായിടത്തും തന്നെ ഇവരുടെ ബ്രാഞ്ചുകളുണ്ട് എന്ന് പറയാം. അതുകൊണ്ട് ഇത് എടുത്തു പറയേണ്ട കാര്യമില്ല. പക്ഷെ പറഞ്ഞു വന്നത് എന്ന് പറഞ്ഞാൽ, നമ്മളെപ്പോഴും ഒരു ഏജൻസിയെ സമീപിക്കുമ്പോൾ ഏറ്റവും അധികം പാരമ്പര്യമുള്ള, ഏറ്റവും അധികം ആളുകളെ കയറ്റിവിട്ടിട്ടുള്ള, ഈ മേഖലയിൽ ഏറ്റവും അധികം എക്സ്പീരിയൻസ് ഉള്ള വിശ്വസ്തരായ ഏജൻസികളെ മാത്രം, എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന, ഭാഷ പഠിപ്പിക്കുന്നത് മുതൽ പിന്നീട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ സാധിക്കുന്ന ഒരു വലിയ ഏജൻസിയെ മാത്രം സമീപിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ അത്ര പേര് കേട്ടിട്ടില്ലാത്തതോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ചെറിയ ഏജൻസികളിലോ ഒക്കെ നിങ്ങൾ ചെല്ലുമ്പോഴാണ് പലപ്പോഴും പലർക്കും ചതി പറ്റുന്നത്. നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജർമ്മനിയിലേക്ക് പോകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും മെഡ്സിറ്റി ഇന്റർനാഷണലിന്റെ കോൺടാക്ട് നമ്പരും അവരെ ബന്ധപ്പെടാനുള്ള കാര്യങ്ങളുമൊക്കെ ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുക.
ഓരോ വർഷവും ലക്ഷക്കണക്കിന് നേഴ്സുമാർ പഠിച്ചിറങ്ങുന്നു. ആവശ്യത്തിനധികം എക്സ്പീരിയൻസ് ആയിട്ട് വേറെയും ലക്ഷക്കണക്കിന് നേഴ്സുമാർ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ നിലവിലുണ്ട്. ഇവർക്കൊക്കെ ആ ലോക്ക്ഡൌണിന്റെ സമയത്തുള്ളതുപോലുള്ള ജോലി സാധ്യതകൾ കാണുന്നില്ല. UK, അയർലൻഡ്, കാനഡയൊക്കെ ഏകദേശം ഫില്ലായി വരുന്നു. ഏറ്റവും അവസരങ്ങൾ ഇപ്പോൾ നിലവിലുള്ളത് ജർമ്മനിയിലാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഒക്കെ വൈകുന്നതിന് മുൻപ് ഈ B2 ഒക്കെ പഠിച്ചിട്ട് ജർമ്മനിയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള നേഴ്സുമാരുടെയും ഒക്കെ ഏറ്റവും വലിയൊരു സ്വപ്നമെന്ന് പറയാം. നേഴ്സുമാർ നേരിടാൻ പോകുന്ന ഒരു പ്രതിസന്ധി ഉണ്ട് വരും കാലത്ത്. അത് നമുക്ക് പറഞ്ഞു വരാം. അതിനു മുൻപ് ജർമ്മനിയിലേക്ക് പോവുക എന്നുള്ളത് ഏറ്റവും മികച്ച ഒരു തീരുമാനം തന്നെയായിരിക്കും. നിങ്ങളൊരു വിദേശ രാജ്യത്ത് സെറ്റിൽഡ് ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 30-ലധികം പെയ്ഡ് ഹോളിഡേയ്സ് ആണ് ഒരു വർഷത്തിൽ ജർമ്മനിയിൽ ഉണ്ടാവുക. അതായത് ഒരു മാസത്തോളമായി ഈ 30 ദിവസം എന്ന് പറയുമ്പോൾ പെയ്ഡ് സിക്ക് ലീവുകൾ, പേരന്റൽ ലീവുകൾ, അതായത് കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ ഓവർ ടൈമിന് വളരെ ഉയർന്ന വേതനം ലഭിക്കുന്നു. സോഷ്യൽ സെക്യൂരിറ്റി, ജോബ് സെക്യൂരിറ്റി, ആരും നിങ്ങളുടെ തലയിൽ കയറി ഭരിക്കാൻ വരില്ല എന്നുള്ളതാണ്. പണിയെടുക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് ജീവിതം എന്നുള്ള ഒരു രീതിയൊന്നും അവിടെ ഇല്ല. മറ്റൊന്ന്, നിങ്ങൾക്ക് ഫാമിലിയെ കൂടെ കൊണ്ടുപോകാം. സ്പൗസ് വിസ പോലെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നേഴ്സുമാർക്കൊക്കെ B2 ഒക്കെ പാസ്സായിട്ടാണ് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ എങ്കിലും അവരുടെ ഭർത്താക്കന്മാർക്ക് അല്ലെങ്കിൽ ഭാര്യയ്ക്കോ ഒക്കെ A1 ഉണ്ടെങ്കിലും ചെല്ലാം. പിന്നീട് അവർക്ക് അവിടെ ജോലി ചെയ്യാനും സാധിക്കും. അതിന് A2 പോലെയുള്ള കാര്യങ്ങൾ എടുക്കണം എന്ന് പലപ്പോഴും പറയാറുണ്ട്. അവിടെ ജീവിച്ചു തുടങ്ങുമ്പോൾ കുട്ടികൾ ഉണ്ടാകുമ്പോൾ അവർക്ക് സൗജന്യ വിദ്യാഭ്യാസമാണ്. അതുപോലെ ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇൻഷുറൻസ് അവിടെ നിർബന്ധമാണ്. ഇരട്ട പൗരത്വം അനുവദിക്കുന്ന ഒരു രാജ്യവും കൂടിയാണ് ജർമ്മനി. ജർമ്മൻ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വിസ ഇല്ലാതെ 190 രാജ്യങ്ങളിലാണ് പോകാൻ സാധിക്കുക. പണ്ട് നമ്മുടെ കേരളത്തിലൊക്കെ വന്ന ഒരു പ്രതിഭാസം ഓർക്കുന്നുണ്ടാവും. എല്ലാവരും ഈ എൻട്രൻസ് കോച്ചിങ് ക്ലാസ്സിലൊക്കെ എല്ലാ ഞായറാഴ്ചയും ഒക്കെ പോയി പഠിക്കുക. അങ്ങനെ കൂണുകൾ പോലെ കേരളത്തിലെ എല്ലാ മലകളുടെ മുകളിലും ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഒക്കെ ഉണ്ടായ ഒരു കാലഘട്ടമുണ്ട്. ഇന്ന് കേരളത്തിൽ നിങ്ങൾ ചരല് വാരി എറിഞ്ഞു കഴിഞ്ഞാൽ അത് വീഴുന്നത് ഏതെങ്കിലും ഒരു എഞ്ചിനീയറുടെ കൂടെ ദേഹത്തായിരിക്കും എന്ന് പറയാറുണ്ട്. പഠിച്ചിറങ്ങിയവർക്കൊക്കെ ഇവിടെ ജോലി ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് അന്ന് ഓർക്കേണ്ടിയിരുന്ന കാര്യം. കേരളത്തിൽ ഒരുപാട് നേഴ്സിംഗ് കോളേജുകൾ ഇപ്പോൾ ഉണ്ട്. ഇന്ത്യ ഒട്ടാകെ ഉണ്ട്. ഇന്ത്യയിൽ നിന്ന് ഒരു വർഷം പഠിച്ചിറങ്ങുന്ന നേഴ്സുമാരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഏകദേശം 3.5 ലക്ഷമാണ്. അതായത് BSc നേഴ്സിംഗ് മാത്രമല്ല GNM-ഉം ANM-ഉം MSc-യും ഒക്കെ ചേർത്തിട്ടാണ് ഇത് പറഞ്ഞത്. BSc മാത്രമാണ് നമ്മൾ നോക്കുന്നതെങ്കിലും ശരാശരി 1.5 ലക്ഷം നേഴ്സുമാരൊക്കെയാണ് ഓരോ വർഷവും പഠിച്ചിറങ്ങുന്നത്. ഇതിനു മുൻപുള്ള വർഷങ്ങളിൽ പഠിച്ചിറങ്ങിയവർക്ക് ഇപ്പോൾ 1 വർഷം എക്സ്പീരിയൻസ്, അതിനു മുൻപുള്ളവർക്ക് 2 വർഷം എക്സ്പീരിയൻസ്. അങ്ങനെ എത്ര ലക്ഷക്കണക്കിന് നേഴ്സുമാരാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ഓർക്കണം. ഇനിയുള്ള കാലത്ത് പഠിച്ചിറങ്ങുന്ന നേഴ്സുമാർക്കെല്ലാം ജോലി കിട്ടുമോ എന്നുള്ളതൊരു ചോദ്യമാണ്. ഇനി നേഴ്സിംഗ് പഠിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ വെറുതെ തട്ടിവിടുന്ന ആളുകളുണ്ട്. അങ്ങനെയൊന്നുമല്ല, നേഴ്സിംഗ് പഠിച്ചിട്ട് കാര്യമുണ്ട്, തീർച്ചയായിട്ടും അതിന് സാധ്യതയുണ്ട്. അതിന് വരാൻ പോകുന്ന ഒരുപാട് വർഷങ്ങളിലും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. പക്ഷേ നേഴ്സുമാർക്ക് ആ ലോക്ക്ഡൌണിൻ്റെ ഒക്കെ സമയത്ത് ഉണ്ടായിരുന്നത് പോലെ വലിയൊരു ഒഴിവൊന്നും ഇന്ന് പല രാജ്യങ്ങളിലുമില്ല. UK ആണെങ്കിലും അയർലൻഡ് ആണെങ്കിലും കാനഡ ആണെങ്കിലും പല രാജ്യങ്ങളും ഏകദേശം ഫില്ലായി എന്ന് തന്നെ പറയാം. ഗൾഫ് രാജ്യങ്ങളിലും പണ്ടത്തേതുപോലെയുള്ള ഒരു വേക്കൻസി ഒന്നും കാണാനില്ല. നേഴ്സിംഗ് അന്നും ഇന്നും എന്നും സാധ്യതയുള്ള ഒരു കോഴ്സ് തന്നെയാണ്. പക്ഷെ പഴയ കാലങ്ങളിലുള്ള അത്ര വലിയ സാധ്യതകൾ ഭാവിയിൽ നേഴ്സിംഗിന് ഉണ്ടാകില്ല എന്നും കൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അവിടെയാണ് ജർമ്മനി പോലെയുള്ള രാജ്യങ്ങളുടെ പ്രസക്തിയും. ഒരു നേഴ്സിന് ഏറ്റവും നന്നായി ജോലി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു അന്തരീക്ഷവും ഒക്കെ ഉള്ള ഒരു രാജ്യമാണ് ജർമ്മനി. ഇപ്പോഴും വലിയ അവസരങ്ങളുമായിട്ട് നേഴ്സുമാരുടെ മുൻപിൽ തുറന്നു കിടക്കുന്ന വാതിൽ എന്ന് പറഞ്ഞാൽ ജർമ്മനിയുടേത് തന്നെയാണ്. പക്ഷെ എല്ലാവർക്കും അതിലെ പ്രവേശിക്കാനായിട്ട് സാധിക്കില്ല. ഭാഷ എന്ന് പറയുന്നത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ജർമ്മൻ ഭാഷ B1 അല്ലെങ്കിൽ B2 തന്നെ പലപ്പോഴും നിർബന്ധമാണ് എന്ന് പറയാം. ലോക്ക്ഡൌണിന്റെ ഒക്കെ സമയത്ത് ഓർക്കുന്നുണ്ടാകും, അന്ന് UK-യിലേക്ക് നേഴ്സുമാർക്ക് പോകാൻ വളരെ എളുപ്പമായിരുന്നു. അന്ന് പോയി അവിടെ കയറി പറ്റിയവരൊക്കെ വലിയ ഭാഗ്യവതികളാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലെയാണ് ഇപ്പോൾ ജർമ്മനിയുടെയും കാര്യം. എത്രയും വേഗം ഈ ജർമ്മൻ ഭാഷ പഠിച്ച് B2 ഒക്കെ പാസ്സായിട്ട് ജർമ്മനിയിൽ പോയി നേഴ്സായി ജോലി ചെയ്യാൻ സാധിക്കുന്നവർ തീർച്ചയായിട്ടും ഭാഗ്യമുള്ളവരായിരിക്കും. കാരണം ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഇത്ര നാൾ നമ്മൾ കണ്ടതുപോലെയുള്ള ഒരു വലിയ ഒഴിവൊന്നും നേഴ്സിംഗിന്റെ കാര്യത്തിൽ ഉണ്ടാകില്ല. കാരണം അത്രയധികം ആളുകളാണ് പഠിച്ചിറങ്ങുന്നത്. പഴയതുപോലെ അത്ര എളുപ്പമായിരിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നേഴ്സിംഗ് പഠിച്ചിട്ട് ഇനി കാര്യമില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. ജർമ്മൻ ഭാഷയൊന്നും അറിയില്ലെങ്കിലും നിങ്ങൾക്ക് ജർമ്മനിയിൽ പഠിക്കാനായിട്ട് സാധിക്കും. കൂടുതലും IT അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോഴ്സുകളാണ് അങ്ങനെ പഠിക്കാനായിട്ട് സാധിക്കുക. എന്നാൽ പബ്ലിക് യൂണിവേഴ്സിറ്റികളിലും നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ തന്നെ പഠിക്കാൻ സാധിക്കും. അധികമൊന്നും ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ PG കോഴ്സുകളാണ് നിങ്ങൾക്ക് അങ്ങനെ ഇംഗ്ലീഷിൽ പഠിക്കാൻ സാധിക്കുക. അല്ലെങ്കിൽ PhD ഒക്കെ ഇംഗ്ലീഷിൽ തന്നെ പഠിക്കാൻ സാധിക്കും പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ പോലും. അങ്ങനെയുള്ള ചില പബ്ലിക് യൂണിവേഴ്സിറ്റികളിലെ കോഴ്സുകളുമുണ്ട്. എന്നാൽ +2 കഴിഞ്ഞിട്ട് എല്ലാവരും പോകുന്ന പോലെ ഒരു UG കോഴ്സിന് അല്ലെങ്കിൽ ഉദാഹരണത്തിന് നേഴ്സിംഗിനൊക്കെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും B1 അല്ലെങ്കിൽ B2 നിർബന്ധമാണ്. ഇനി നേരത്തെ പറഞ്ഞ പോലെ മാസ്റ്റേഴ്സിനോ PhDക്കോ ഒക്കെ നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ അവിടെ പോയി പഠിക്കാൻ സാധിക്കുമെന്ന് വന്നാലും അവിടെയാണ് നിങ്ങൾ ജീവിക്കാൻ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ജർമ്മൻ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ നാട്ടിലേതുപോലെ ഇംഗ്ലീഷിൽ അവിടെ ചെന്ന് പൊതുവായ ഒരു സ്ഥലത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ അവർ തുറച്ചു നോക്കി പേടിപ്പിക്കുക മാത്രമേ ഉള്ളൂ.
സിറ്റികളിലൊക്കെ ചെന്നാൽ ഇംഗ്ലീഷ് കൊണ്ട് ജീവിക്കാമെന്ന് പറഞ്ഞാൽ പോലും അവരത് ഇഷ്ടപ്പെടുന്നില്ല. നമ്മുടെ നാട്ടിലേതുപോലെ ഇംഗ്ലീഷിൽ ഇങ്ങോട്ട് എന്തെങ്കിലും ചോദിച്ചാൽ അറിയില്ലെങ്കിൽ നാണക്കേട് എന്നുള്ളൊരു ഭാവമല്ല അവിടെ. ഇംഗ്ലീഷിൽ ഒരുപാട് സംസാരിക്കുന്നത് ഒരു അപമര്യാദ പോലെയാണ് അവിടുത്തെ ഒട്ടുമിക്ക ആളുകളും, പ്രത്യേകിച്ച് മുതിർന്ന തലമുറയൊക്കെ പെരുമാറുന്നത്. ജർമ്മൻസിന്റെ ഹിസ്റ്ററി എന്താണെന്ന് അറിയാം. കാരണം ഇംഗ്ലീഷുകാരെക്കാളും ഒക്കെ ഉയർന്നവരാണ് ഞങ്ങളുടെ ഭാഷ എന്നുള്ളൊരു ചിന്തയാണ് അവർക്കുള്ളത്. അതുകൊണ്ട് അവിടെ ജീവിക്കണമെങ്കിൽ അവരുടെ ഭാഷ പഠിക്കുക. ചില ആളുകൾക്ക് IELTS ഒക്കെ പഠിച്ചു പോകുന്നതാണ്. കാരണം ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ ലോകത്ത് എവിടെയും പോയാൽ ഇംഗ്ലീഷിൽ സംസാരിക്കാമല്ലോ. ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഇംഗ്ലീഷ് ഭാഷയ്ക്കുണ്ടല്ലോ. അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു രാജ്യത്ത് പോകുന്നതല്ലേ നല്ലത് എന്ന് ചിന്തിക്കാറുണ്ട്. പക്ഷേ ഈ ജർമ്മൻ എന്ന് പറയുന്നതും ജർമ്മനിയിൽ മാത്രം സംസാരിക്കുന്ന ഒരു ഭാഷയല്ല. പണ്ട് ബ്രിട്ടീഷുകാരൊക്കെ ഇവിടെ കോളനി സ്ഥാപിക്കാൻ വന്നു എന്ന് പറഞ്ഞതുപോലെ ജർമ്മനിക്കും ഉണ്ടായിരുന്നു അങ്ങനെ കുറേയധികം കോളനികൾ. അതായത് സൗത്ത് അമേരിക്കയിലെ ബ്രസീലിൽ ജർമ്മൻ സംസാരിക്കുന്നവർ കുറേ ഉണ്ട്, ആഫ്രിക്കയിലെ നമീബിയയിലുണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളിലും ഉണ്ട്. യൂറോപ്പിൽ തന്നെ നോക്കിയാൽ ജർമ്മനി, ഓസ്ട്രേലിയയല്ല, ഓസ്ട്രിയ, നമ്മുടെ ഹിറ്റ്ലറൊക്കെ ജനിച്ച രാജ്യം. ജർമ്മനി അല്ല, അത് ഓസ്ട്രിയയാണ്. ഇപ്പോൾ സ്റ്റാലിൻ റഷ്യക്കാരനല്ല, ജോർജിയക്കാരനാണ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ ജർമ്മനിയിലും ഓസ്ട്രിയയിലും അതുപോലെ സ്വിറ്റ്സർലൻഡിലെ നല്ലൊരു ഭാഗം ആളുകളും ഒക്കെ ജർമ്മനാണ് സംസാരിക്കുന്നത്. ലിച്ചസ്റ്റെയിൻ, ബെൽജിയം, ലക്സംബർഗ്, ഇവിടെയൊക്കെ ജർമ്മൻ സംസാരിക്കുന്നവർ ഒരുപാടുണ്ട്. പോളണ്ടിലും ഇറ്റലിയിലും വരെ ജർമ്മൻ സംസാരിക്കുന്ന ആളുകളുണ്ട്. അതായത് ജർമ്മനിയിലോ ഓസ്ട്രിയയിലോ ഒന്നും മാത്രം പോയാലല്ല നിങ്ങൾക്ക് ഈ ഭാഷ പഠിച്ചതിൻ്റെ ഗുണമുണ്ടാവുക. ഇപ്പോൾ നമ്മൾ കാനഡയിലേക്ക് പോകുന്നു. കാനഡയിൽ ഏകദേശം 30% ആളുകൾ സംസാരിക്കുന്നത് ഫ്രഞ്ചാണ്. ക്യൂബക്ക് പോലെയുള്ള പ്രോവിൻസിലൊക്കെ ഇംഗ്ലീഷ് ഒന്നും അറിയാൻ പാടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അവിടെ എല്ലാം ഫ്രഞ്ച് ഭാഷയാണ് സംസാരിക്കുന്നത്. ഇനി അമേരിക്ക എന്ന് പറയുന്ന രാജ്യം തന്നെ എടുത്താലോ, അവിടെ ഒരു 15% ആളുകൾ സ്പാനിഷ് ഭാഷയാണ് സംസാരിക്കുന്നത്, സ്പെയിൻകാരുടെ. പണ്ടത്തെ കോളനി ഭരണത്തിന്റെ ഒക്കെ ബാക്കിയാണ്. ഇംഗ്ലീഷ് ഒന്നും അറിയാത്ത ആളുകൾ, സ്പാനിഷ് ഭാഷ സംസാരിക്കുന്നവർ അമേരിക്കയിൽ ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് മെക്സിക്കോ രാജ്യമല്ല, ന്യൂ മെക്സിക്കോ സ്റ്റേറ്റിലുമൊക്കെയാണ് കൂടുതൽ. ലോകത്താകെ ഒരു 15 കോടിയോളം ഒക്കെ ആളുകൾ ജർമ്മൻ ഭാഷ സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. വീഡിയോയുടെ അവസാനം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിലും കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്യുക. മെഡ്സിറ്റി ഇന്റർനാഷണലിന്റെ കോൺടാക്ട് നമ്പരും കാര്യങ്ങളും എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. അവരെ വിളിക്കുക, കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക. നിങ്ങൾക്ക് ജർമ്മനിയിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ജർമ്മൻ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും അധികം ഉപകരിക്കുന്ന ഒരു കാര്യം തന്നെയാണിത്. ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും, വിമർശനങ്ങളും, നിർദ്ദേശങ്ങളും, സംശയങ്ങളും ഒക്കെ കമന്റിൽ എഴുതണം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.